അങ്ങനൊരു കാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായൊരു കാര്യമാണെന്നുള്ളതാണ് പ്രാഥമികമായ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള നടപടികൾക്കായിട്ട് ആ വകുപ്പുകൾ അതിന് സ്റ്റെപ്പ് എടുക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 1458 സർക്കാർ ജീവനക്കാരുടെ ക്രമക്കേട് പരിശോധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ബന്ധപ്പെട്ട വകുപ്പുകളോട് ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 5 വർഷമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ വരെ ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലെ പ്രാഥമിക വിലയിരുത്തൽ. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും എങ്ങനെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നത് ഗൗരവതരമായിട്ടാണ് ധനവകുപ്പ് കാണുന്നത്. പട്ടികയിലെ ബഹുഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്. അതിനാൽ സർക്കാർ ജോലി കിട്ടും മുൻപ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താവായിരുന്നവർ ജോലി കിട്ടിയ ശേഷവും ഒഴിവാകാതെ മസ്റ്റർ ചെയ്ത് പെൻഷൻ വാങ്ങുന്നുവെന്ന വിലയിരുത്തലിലാണ് ധനവകുപ്പ്. എന്നാൽ ക്രമക്കേട് നടത്തി ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇടം നേടിയതാണെന്ന് വകുപ്പ് തല പരിശോധനയിൽ തെളിഞ്ഞാൽ പണിപാളും. സർവീസ് ചട്ടപ്രകാരം ജോലിക്ക് തന്നെ ഭീഷണിയാകും. ഒപ്പം ക്രിമിനൽ നിയമ നടപടിയും വകുപ്പുകൾക്ക് സ്വീകരിക്കാം. ക്ഷേമ പെൻഷൻ പട്ടിക പരിശോധന തുടർ നടപടിയാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടികയിൽ ധാരാളം അനർഹരെ സ്വാർത്ഥ താൽപര്യത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യത ധനവകുപ്പ് തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇത്തരക്കാരെ കണ്ടെത്താൻ ധനകാര്യ പരിശോധനാ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.